മിനുട്ടി എന്തോ അങ്ങനെതാ ടോപ്പ് സിംഗറിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അതെ, അത് ഇന്നത്തെ ദിവസം നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഇത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ അത് ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അത് നമ്മളല്ല അനൗൺസ് ചെയ്യുന്നത്. അത് അനൗൺസ് ചെയ്യേണ്ട ആൾക്കാരാണ് ദാ ടോപ്പ് ജഡ്ജസ് ആയിട്ട് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ 3 പേരും ഈ വേദിയിലേക്ക് വരണം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. രവി, ഒരു വലിയൊരു മുഹൂർത്തം ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഞാൻ വലിയ സർപ്രൈസ് ആയിട്ടൊന്നും ഇടുന്നില്ല. സീസൺ 5 തുടങ്ങിയിട്ട് 50 എപ്പിസോഡുകൾ. ഇത് 50ാമത്തെ എപ്പിസോഡാണ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഈ 50 എപ്പിസോഡ് ഇന്ന് എന്ന് പറഞ്ഞ പോലെ പോയി? സത്യത്തിൽ ഈ സീസൺ 5 എന്റെ മനസ്സിൽ ഇത്രയും നല്ല പാടുന്ന കുട്ടികളുള്ള സ്ഥിതിക്ക് ഈ 50 500 ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം. തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാ കലാസ്നേഹികളും, എല്ലാ സംഗീതത്തെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരും തന്നെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിനെ സ്നേഹിച്ച് ഈ സീസൺ 5 ഒരു വൻ വിജയമാക്കി തരണം. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ദ ഹോൾ ടീം വിൽ ബി വിത്ത് യു. അങ്ങനെ ടോപ്പ് സിംഗർ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ഇനി സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറി ഒക്കെ അടിച്ച് നമുക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടേ ചരിത്രത്തിൽ എത്ര വരെ പോയിട്ടുണ്ട്? 50ഓ 500ഓ എത്ര വരെ പോയിട്ടുണ്ട് ഒരു സീസൺ? സീസൺ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷം പോയി. എത്ര എപ്പിസോഡാണ്? സീസൺ 1 2.5 വർഷം. അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം പാടുന്ന കുട്ടികള് എല്ലാം ഈശ്വരന്റെ ഒരു കടാക്ഷമാണ്. നല്ല കുട്ടികൾ, നല്ല പാട്ടുകൾ, ഓർക്കസ്ട്ര, ഓൾവേസ് ലൈക്ക് ദാറ്റ്. പിന്നെ എന്താണ്, നമ്മുടെ നല്ല മുഹൂർത്തങ്ങളായിട്ടുള്ള ജഡ്ജിമെൻറ്റിൽ നല്ല കാര്യങ്ങളൊക്കെ കിട്ടണം. അങ്ങനെ എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴത്തേക്ക് ഇത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ പ്രേക്ഷകർ പറയും നിർത്തല്ലേ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയും. അങ്ങനെ അങ്ങ് പോകും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് സിംഗർ തുടങ്ങി സെക്കൻഡ് സീസണിന്റെ ലാസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് സീസണും 3rd 4th ഇപ്പൊ 5th എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര ഒരു സന്തോഷം. സീസൺ 5 ആയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു, ഇനി കുട്ടികൾ ഏതാണ് നല്ല കുട്ടികൾ, ഇനി എവിടുന്ന് എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ദേ കിടക്കണു കൊറേ വാണ്ടുകൾ. ദേ എത്ര രസമായിട്ട് പാടുന്ന ഒരു മാവിന്ന് നമ്മൾ നോക്കുമ്പോ അതിൽ എത്ര മാങ്ങയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ മാവ് ഇങ്ങനെ കുലുക്കി നോക്കുമ്പോൾ കുറെ വീഴും, പിന്നെയും കുലുക്കിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഓരോ വർഷം കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പടപടപടപടേന്ന് ഇങ്ങനെ വീഴും. പക്ഷെ ഇത് നമ്മൾ എവിടെ പോയി കുലുക്കുന്നതെന്ന് മാത്രം മനസ്സിലാവും. അത് നമ്മളുടെ ഇവിടുത്തെ ടോപ്പ് സിംഗറിന്റെ പ്രത്യേക ഒരു ടീമുണ്ട്. അപ്പൊ നമുക്കൊരു കേക്ക് കഴിച്ചു തുടങ്ങാം. ഓടി വന്നതാണ്. അപ്പൊ എം ജി സാർ, നമുക്ക് എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ എല്ലാരും ഈ സ്റ്റേജിലോട്ട് വിളിച്ചാലോ? എല്ലാരും ഓടി വാ. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി, അനുഗ്രഹത്തോടു കൂടി ഈ 50th എപ്പിസോഡിൻ്റെ ആഹ്ലാദം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു.
എനിക്ക് ആരും തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കുക. അയ്യോ അയ്യോ Happy? ഹാപ്പി. So we are all happy. Thank you for the great support. താങ്ക് യു ഓൾ, താങ്ക് യു. അപ്പൊ എന്തായാലും ഈ സന്തോഷത്തോടുകൂടി നമുക്കൊരു പുത്തൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് സിംഗറിന്റെ ഈ 50ാം എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചേട്ടാ, ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മളെല്ലാവരും നോക്കിയിരിക്കാൻ പോകുന്ന ക്യാരക്ടർ റൗണ്ടാ വരാം. അതാണ് പ്രേക്ഷകരും ജഡ്ജസും നമ്മൾ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്ന റൗണ്ടാണ് ക്യാരക്ടർ റൗണ്ട്. അതെ, ഞാൻ ആ ഡാൻസേഴ്സിന്റെ ഭയങ്കര ഫാനാണ്. ആണോ? എന്നാ പിന്നെ ചേച്ചി ആ ഡാൻസേഴ്സിന്റെ കൂടെ 2 ചൂട് വെക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. ഈ ഡാൻസ് ഈ കഴിയുമ്പോഴത്തേക്ക് 2 ചൂടൊന്നും ഇവിടെ പറ്റില്ല. 4 ചൂട് അതൊന്നും പറ്റില്ല. ഫുൾ സോങ് കാണും സ്റ്റേജിൽ. അത്രേ ഉള്ളൂ. ആ അതായത് ഒരു പ്രാവശ്യം മിന്നി ആന്റി ഇവിടുന്ന് പിന്നെ ഞാൻ കിടിലമായിട്ട് പരമസുഖം ഭയങ്കര സൂപ്പർ ആയിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഇവിടെ കളിച്ചിട്ടുണ്ട് മിന്നി ആന്റി. അപ്പൊ അതുപോലെ ഒരു വെസ്റ്റേൺ ഡാൻസ്. വെസ്റ്റേൺ ആണോ? അതെനിക്കറിയാൻ പാടില്ല. വെസ്റ്റേൺ ഒന്നല്ല, അല്ല, നമുക്ക് പക്ഷെ വെസ്റ്റേൺ ആണെങ്കിൽ അതിനകത്ത് ഭരതനാട്യം കാണിക്കും. കാണിക്കാമല്ലോ വെസ്റ്റേൺ. ഞാൻ റിമിയും കൂടെ വരാം. അല്ലല്ല, ഞാൻ എപ്പോഴും കളിക്കുന്നത് ഇത് ബിന്നി ചേച്ചിയുടെ സിംഗിൾ വിളിക്കൂ. അവർക്ക് ആർക്കും വയ്യെങ്കിലേ ഞാൻ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അതെ. നമ്മുടെ കണ്ടസ്റ്റന്റിന് വിളിക്കാം. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നിധിക്കുട്ടി ഓൺ സ്റ്റേജ്. വേഷമൊക്കെ മാറി ഇതാരാണത്? കാവ്യമാധവനാണോ? കാവ്യമാധവന്റെ ഏത് ഏത് പടമായിരിക്കും അപ്പൊ ഇത്? പെണ്ണെ പെണ്ണെ നിൻ കല്യാണം. മീശ മാധവൻ. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, വർഷം 2002. നമ്മുടെ റിമിയുടെ സ്വന്തം സിനിമ. എന്റെ വർഷം. നമ്മുടെ വർഷം. അതല്ല, എനിക്ക് ഈ സിനിമ മീശ മാധവൻ എന്ന് എനിക്ക് ആദ്യം ഓർമ്മ വന്ന സീൻ ആ വിഷുക്കണി കാണിക്കുന്നതാ. അല്ല, അത് പലരുടെയും കണി കാണിക്കുന്ന സംഭവം ഭയങ്കരമല്ലേ? ഈ സിനിമയിൽ നടന്നൊരു കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം. ഞാൻ 3 ഗാനമേള എനിക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു ആ സമയത്ത്. 2002-ലൊക്കെ ഞാൻ ഗാനമേള എന്ന് പറഞ്ഞാൽ പറന്നു പോകും. 15-16 ഗാനമേളയാണ് ഒരു മാസം. അപ്പോൾ 3 ഗാനമേള അടുപ്പിച്ച് കഴിഞ്ഞ ആ സമയത്താണ് മുരുകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിദ്യാസാഗറിന്റെ മാനേജറുണ്ട്. അതേപോലെ ഇരിക്കും ശബ്ദം. ഇവർ രണ്ടുപേരിൽ ആരാണെന്ന് അറിയത്തില്ല. എന്നെ വിളിച്ച് പറഞ്ഞു നാളേക്ക് റെക്കോർഡിങ് ഇരിക്കും. ഞാൻ പറഞ്ഞു നാളേക്ക് എനിക്ക് കൊഞ്ചം ടഫായിരിക്കും, കാരണം ശബ്ദം എല്ലാം ഭയങ്കര 3 പ്രോഗ്രാം കഴിഞ്ഞാൽ. ഇല്ല സാർ, നാളേക്ക് താൻ വേണം, അവർക്ക് ഷൂട്ടിങ്ങിൽ പോകണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ആ പാട്ടാണ് വാളെടുത്താലങ്കലി ആ സംഗതി എന്ത് ചെയ്താൽ എനിക്ക് വരുന്നില്ല. അതായത് എനിക്ക് അതിൻ്റെ അപ്പുറത്തെ സംഗതി പാടിയിട്ടുള്ളതാ, പക്ഷേ എനിക്ക് വരുന്നില്ല. കാരണം ടയർഡ്നെസ് ബാക്കി ഇതെല്ലാം കൊണ്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞ് ഞാൻ വിദ്യയുടെ അടുത്ത് പറഞ്ഞു, വിദ്യ അത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, കാരണം ഞാൻ പാടുന്നൊരു ഇതും കിട്ടിയില്ല. പറയില്ലേ നീ അപ്പോൾ അപ്പുറം ടൈപ്പ് ഉണ്ടല്ല എന്ന് പറഞ്ഞ് വെറുതെ പാടിയിട്ടിട്ട് ഞാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു അത് വിധു പ്രതാപ് പാടിയെന്ന് അറിഞ്ഞു. നമ്മൾ സന്തോഷം, പാടിക്കോട്ടെ, വളർന്നു വരുന്ന പിള്ളേരില്ലേ, പാടിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷേ എന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സോങ് ഇരിക്ക് വാ ഇങ്ങ് വാ ഞാൻ കൊടുക്കലാന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ വിളിച്ച് കുറച്ചേ ഉള്ളൂ എങ്കിലും തന്ന. കാരണം എന്നെ വിളിച്ചിട്ട് പാടാതെ പോയതിൻ്റെ ഒരു വിഷമം വേണ്ട എന്ന് വെച്ചിട്ട് തന്ന ഒരു പാട്ടാണ് പെണ്ണെ പെണ്ണെ കല്യാണമായി. ഇത് ഞാനും ചിത്രയും പിന്നെ കല്യാണി മേനോൻ രണ്ടുപേരും. സാധ്യ പാട്ടാണ് സാറിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വേറെ ഒരാൾ കൂടി ആ പടത്തില് പാടിയിട്ടുണ്ടല്ലോ. അതിലോട്ട് എങ്ങനെയായിരുന്നു വിദ്യ സാറ്? 10 കഴിഞ്ഞ് ഇങ്ങനെ ഗാനമേളയിലോട്ട്, അത് പള്ളിയിലും സ്കൂളിലൊക്കെ മത്സരങ്ങളിലൊക്കെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി പ്രൈസ് ഒക്കെ കിട്ടി. അങ്ങനെ ഗാനമേളയിലോട്ട് 10 കഴിഞ്ഞ ഉടനെ കേറി ഗാനമേള അങ്ങനെ പല സ്ഥലങ്ങളിലുമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന ആ ഗാനമേള ഇതാ ഏലൂര് ഒരു അമ്പലത്തിൽ ആ ഗാനമേള വന്നു. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ നാദൃഷിക്ക് ആ ഗാനമേള കേൾക്കാൻ അവിടെ വരുന്നു. ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേള കേൾക്കാൻ വരുന്നു.
നാദൃഷിക്കയുടെ അനിയൻ എന്തോ വിളിച്ചോണ്ട് വന്നു നാദൃഷിക്കനെ. അങ്ങനെ നാദൃഷിക്ക പിറ്റേ ദിവസം ഗാനമേളയ്ക്ക് വേണ്ടി നാദൃഷിക്കയുടെ ട്രൂപ്പിലോട്ട് വിളിക്കുന്നു. അങ്ങനെ നാദൃഷിക്കയുടെ ട്രൂപ്പിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഏഞ്ചൽ വോയിസിന്റെ പ്രോഗ്രാമിനായിട്ട് എന്റെ ഫസ്റ്റ് ട്രിപ്പ് ദുബായിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കോള്, നാദൃഷിക്കയുടെ ഒരു കോള്, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, വിദ്യാജിയുടെ ലാലുവിന്റെ പടത്തിൽ ഒരു പാട്ട് ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒരു വോയിസ് ട്രയലിന് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല, പരിപാടി എപ്പോഴാണോ കഴിയുന്നത് അപ്പൊ ചെന്ന് ലാൽ ജോസ് സാറിനെ കാണുക എന്ന് പറഞ്ഞ് ഞാനും പപ്പയും കൂടെ പോയി ലാൽ ജോസ് സാറിനെ കണ്ട് 2 ടൈപ്പ് പാട്ട് പാടി. ഒന്ന് വസീകരൻ രാജഹംസയും പാടും. ലാൽ ജോസ് സാർ പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഇത് വിദ്യാജി ഓക്കെ പറയണം. അപ്പൊ ഞാനും പപ്പയും കൂടെ ട്രെയിനിൽ കയറി അവിടെ വർഷവല്ലകി എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. വിദ്യാജി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് സിനിമ, അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പാടി. അന്ന് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ തൊണ്ട ഇങ്ങനെ ഡബിൾ വോയിസ് ഒക്കെ ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. ഈ 2 വർഷം കണ്ടിന്യൂസ് ഗാനമേളയാണ് ഏഞ്ചൽ വോയിസിന്റെ ഒക്കെ. മിക്സിങ്ങിനകത്തൊന്നും ഡബിൾ വോയിസ് വരെയൊക്കെ വിദ്യാജി ഇത് എന്നാ വോയിസ് ഒക്കെ കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അറിയത്തില്ല, നമ്മള് വേറെ ആൾക്കാരെ നോക്കും, ഇൻ കേസ് ഓക്കെ ആവുകയാണെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു. ഒരു 2000 രൂപയും തോന്നുന്നു, കാരണം തിരിച്ച് ട്രെയിൻ കയറി പോണല്ലോ. ഈ പാവം പിടിച്ച അച്ഛനെ മോളെ അത് പറഞ്ഞപ്പോ ഒരു സങ്കടം. എന്തിനാ എങ്ങോട്ട് എണീറ്റ് വരുന്നത്? ഇത് വലിയ കരച്ചിലൊന്നുമല്ല. അല്ല എന്നാലും ആ അങ്ങനെ ഞങ്ങള് തിരിച്ചു പോരുന്നു. പിന്നെ ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ പ്രോഗ്രാംസിലൊക്കെ ഇങ്ങനെ പോയി നടന്ന സമയത്ത് മീശമാധവയിൽ ഒരു പാട്ട് ഞാൻ എപ്പോഴോ പാടി മറന്നു. അങ്ങനെയാണ് ഈ പാട്ട് ഇങ്ങനെ വിചാരിച്ചില്ല. അപ്പൊ മോളെ പാടാം. ഓക്കെ, അടിച്ചുപൊളി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ ടക 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 ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും 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 ടക 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 ഠും ഠും ടക 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 ഠും. കുരുത്തെടുക്കാൻ കൂടിവ ഉള്ളം തുള്ളിത്തോളും ഭൂമി കള്ളക്കണ്ണൻ ഒരു തന്റെ കണ്ണ് പൊത്തി കളിക്കാൻ കൂടിവ.
കണ്ണാടി ചെല്ലൊത്ത പെണ്ണാളല്ലേ മുന്നാഴി മുല്ലപ്പൂ മുട്ടാണല്ലേ നില്ലോലത്തിൽ നിന്റെ മെയ്യാണല്ലേ എല്ലാമേ ചെക്കൻ്റെ സ്വത്താണല്ലേ ഒരു പാട്ടും കൊട്ടിപ്പാടം കൂട്ടം കൂടി പോവാം ആട്ടം കൊഞ്ചിച്ചാട്ടം ഹോയ് ഒരു പാട്ടും കൊട്ടിപ്പാടം കൂട്ടം കൂടി പോവാം ആട്ടം കൊഞ്ചിച്ചാട്ടം ഹോയ് പിന്നെ പിന്നെ നിൻ കല്യാണമായി പൊന്നും നിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ വേലേ മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞു പേലേ വെള്ളിത്തേരി വിളക്കിന്റെ വെട്ടമുള്ള മിഴികളിൽ തൊട്ടുരുമ്മിയിരിക്കാൻ കൂടെ വാ പട്ടണിഞ്ഞ മെയ്യുകൊണ്ട് പൊട്ടുവച്ച നെറ്റി കൊണ്ട് നെഞ്ചുരുമ്മി ഉറങ്ങാൻ കൂടെ വാ കല്യാണരാവിന്റെ സമ്മാനമാ കാണാത്ത വിണ്ണിന്റെ വെൺതാരമാ പാടാത്ത പാട്ടിന്റെ പാൽക്കൊമ്പിളാ എന്നെന്നും ഒന്നാവണം ഒരു പാട്ടും കൊട്ടിപ്പാടാം കൂട്ടം കൂടി പോവാം ആട്ടം കൊഞ്ചിച്ചാട്ടം ഹോയ് ഒരു പാട്ടും കൊട്ടിപ്പാടാം കൂട്ടം കൂടി പോവാം ആട്ടം കൊഞ്ചിച്ചാട്ടം ഹോയ് പിന്നെ പിന്നെ നിൻ കല്യാണമായി പൊന്നും നിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ വേലേ മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞു പീലേ നീത പാദനി സസ നീത പാദനി സ നീത പാദനി സ നീത പാദനി സസ നീത പാദനി സ നീത പാദനി സ ഡാൻസ് സൂപ്പർ. ബിന്നി ചേച്ചി നമ്മുടെ ഡാൻസേഴ്സിന് ഇത്ര പൊഴുത്തി പറഞ്ഞ സ്ഥിതിക്ക് ആ ഡാൻസേഴ്സിന് ഞാൻ അവിടെ സൈഡിൽ നിർത്തട്ടെ. നിങ്ങള് സമയമാകുമ്പോ നമുക്ക് അവര് വിളിക്കാം, ബിന്നി ചേച്ചിയും വിളിക്കാം. എന്ത് പറയുന്നു? എന്റെ പൊന്നിടേന് ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് നമുക്ക് വയസ്സായി 10-24 വർഷമായി ഞാൻ വിട്ടിട്ട്. നിർബന്ധിക്ക് ആ. ഇല്ല പിന്നെ ആന്റി പ്ലീസ് കളിച്ചിട്ട് 10-24 വർഷമായെന്ന് പറയുമ്പോ നമ്മള് കയറ്റി അവിടെ നിർത്തി എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ല ഇളകി വീണ് കഴിഞ്ഞാൽ പിന്നെ അവസാനം കൃഷ്ണൻ എന്നെ വെച്ചേക്കത്തി. ബിരിയാണി കാണിച്ചു കൊടുക്കണോ? 2 ലൈൻ മതിയോ? മതി. Okay, അതാ dancers. ബിരിയാണി, yay. ഭഗവാനെ എന്തൊക്കെ കാണണം. പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ വെയിലേ മഴനൂല് കൊണ്ടു താലി മയിൽപ്പീലി പിടഞ്ഞു പീലേ നീത പാദനി സ നീത പാദനി സ നീത പാദനി സ സ നീത പാദനി സ നീത പാദനി സ നീത പാദനി സ പെണ്ണേ പെണ്ണേ നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ വെയിലേ മഴനൂല് കൊണ്ട് താലി മിഴിയിൽ പിടഞ്ഞു പീലേ താരത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കര മുത്തു കണക്കൊരു കൊച്ചു കിടാത്തരുദിച്ചു വരുന്നത് പൊടി തട്ടി കലവില കുട്ടണ താളത്തുമ്പികളായി വിളിക്ക് പറയ ചെണ്ടകൾ അലറി തരികിട മേളമടിച്ചു മുഴക്കുന്നേരം ചാകര വന്നു കണക്ക് മണപ്പുറം ആകെത്തി വികിട തിമൃതത്തെ പെണ്ണി പെണ്ണി നിൻ കല്യാണമായി പൊന്നും മിന്നും നിൻ കണ്ണാരമായി മണിമാരനാരുമയിലേ മണവാട്ടിയായ വെയിലേ മഴനൂല് കൊണ്ടു താലി
മിഴിയിൽ പിടഞ്ഞു പീലി. കലക്കി രണ്ടുപേരും കൊടുക്കൈ കലക്കി. അപ്പൊ ഒരു വടിക്ക് രണ്ട് വെച്ചു. അതെ. ഒരു 6 വാഴയ്ക്കപ്പോ ഒരു 4 ചായ കണ്ടോ ബിന്നി സൂപ്പർ കലക്കി. അടിപൊളിയായിരുന്നു. നിധിക്കുട്ടി പാട്ട് നന്നായിട്ട് പാടി, പക്ഷെ കുറച്ചുകൂടെ പെർഫെക്ഷൻ വരണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, കല്യാണമായി അതുപോലെ തന്നെ കണ്ണുപൊത്തി കളിക്കാൻ കൂടവാ, അതിന്റെ സംഗതികളൊക്കെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കണം. പിന്നീട് നമ്മളൊരു പെർഫോമർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ, ഒരു പാട്ടുകാരി എന്ന് പറഞ്ഞ് നിന്നാലും ഒരു പെർഫോമർ എന്ന് പറഞ്ഞ് നിന്നാലും നമ്മുടെ മുഖം എന്താണ്, ചിരിച്ചുകൊണ്ട് നമ്മൾ പാടണം. ലിറിക്ക് നോക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഈ ചെവിയിൽ പ്ലഗ് ഇടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു അതിപ്പോഴേ ആ ശീലം അങ്ങ് മാറ്റണം. കാരണം ഇങ്ങനെ പെണ്ണെ പെണ്ണെ എന്നൊക്കെ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി എല്ലാവരും ഡാൻസ് ചെയ്യുന്നു, മോള് മാത്രം ചെവിയിലൊരു വയറിട്ടുകൊണ്ട് നിൽക്കുക, ഒരു പ്ലഗ് ഇട്ടുകൊണ്ട് നിൽക്കുക. അപ്പം അങ്ങനത്തെ ചേഷ്ടകളൊക്കെ ഈസി ആയിട്ട് മാറ്റാം. മോളെ കാണാൻ നല്ല സുന്ദരിയല്ലേ, അപ്പം ആ സൗന്ദര്യം നമ്മൾ നമ്മുടെ ഓഡിയൻസിലോട്ട് പകർന്നു കൊടുക്കണം, പാട്ടും സൗന്ദര്യവും. അപ്പോഴാണ് നമുക്കൊരു ഇമ്പ്രഷൻ കിട്ടുന്നത്. ഇപ്പോഴും നന്നായിട്ടുണ്ട്, എന്നാലും ഓക്കെ, ആ പാട്ടിൻ്റെ ഒരു പൂർണ്ണത ഞാൻ പാടിയതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എവിടെ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലോട്ട് പോകുന്നില്ല. എങ്കിലും ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മക്കളെ, നിധിക്കുട്ടി, എനിക്ക് പറയാനുള്ളത്, മോള് നല്ല പാട്ട് സെലക്ഷൻ, മോള് നന്നായിട്ട് പാടി വന്നതായിരുന്നു. മറ്റേ കണ്ണാടി ചെല്ലാത്ത അവിടുന്ന് തൊട്ട് ഭയങ്കരമായിട്ട് അത് ശരിക്കും അങ്ങ് ശ്രുതി ഒരു നന്നായിട്ട് അങ്ങ് പോയി. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ചരണത്തിലും ഇത് തന്നെ പറ്റി. അനുപല്ലവിയിലും ചരണത്തിലും ആ സെയിം പോർഷനിൽ മേലെ പോയി. അത് മാത്രം, അതായിരുന്നു ഒരു ഇത്. പിന്നെ എം ജി ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും കുറച്ചുകൂടി ഒരു പ്ലസന്റ് ആയിട്ട് ചെറുതായിട്ട് അവരുടെ കൂടെയൊക്കെ അങ്ങ് കൂടായിരുന്നു, പ്ലസന്റ് ആയിട്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്, ശ്വാസത്തിന്റെ പ്രോബ്ലം വരും. പക്ഷെ എനിവേ അത് മാത്രം നോക്കിയത്, ബാക്കി എല്ലാം മോള് നന്നായിട്ട് പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നിധിക്കുട്ടി, ഈ പാട്ടൊരു ഉത്സവമായിരുന്നു. ആ സിനിമയിലൊക്കെ നമ്മളിത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, അയ്യോ, ഇപ്പോഴും കാണുമ്പോഴത്തേക്കും ഒരു ആഘോഷം. ഇപ്പോഴും ആ പുതുമ പോയിട്ടില്ല എന്നുള്ള അതിലെ എല്ലാ പാട്ടിന്റെയും അതൊരു സംഭവമായിരുന്നു ഈ സിനിമ. പിന്നെ ഇത് ഡിബേറ്റാ മോളെ, അപ്പൊ മോള് കിടന്ന് കഷ്ടപ്പെടുന്നതില് നമുക്ക് മനസ്സിലാക്കാം. രണ്ടുപേര് പാടുന്ന പാട്ട്, അതെ, 2 പേര് പാടുന്ന പാട്ട്. പക്ഷെ എനിക്കും സെയിം കണ്ണാടി ചില്ലാത്ത അവിടെ പിച്ച് ഇങ്ങനെ ഒരു ഇതിലോട്ട് ഇങ്ങനെ ടെൻഷൻ ആയി പോയല്ലേ. ബാക്കി പാട്ട് ഇത്രയും ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ മോള് പാടി കേട്ടോ. അപ്പൊ നിധിക്കുട്ടിയുടെ മാർക്ക് അറിയാം. So we are giving you 97 out of 100. ആടി ഒരു കല്യാണി മേനോൻ പൂക്കുറ്റി. നിധിക്കുട്ടി ഹാപ്പി ആയല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ബിലി ചേച്ചി, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ആളെ വിളിക്കാം. പിന്നെ വിളിക്കൂ. ഇനി വരുന്നത് സൂര്യക്കുട്ടി. അതെ, ലെറ്റ്സ് വെൽക്കം സൂര്യഗായത്രി ഓൺ സ്റ്റേജ്. സൂര്യക്കുട്ടി, എന്തോ എന്തുകൊണ്ട് മോളെ? സുഖം. നല്ല രസമുണ്ട്. കഴിഞ്ഞ സീസണിൽ ദേവനന്ദ ഇതുപോലത്തെ മുടിയായിരുന്നു, ഇങ്ങനത്തെ മുടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ജൂനിയർ, ഒരു എന്താണ് മിനിയേച്ചർ ആയിട്ട് തോന്നുന്നു. ഇനി സൂര്യയുടെ ഫാമിലിയിലോട്ടൊന്ന് നോക്കിയേ. 3 ആളല്ലേ? 3 ആളുടെയും മുടി നോക്കാം. അതുപോലെ തന്നെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ, ഏതാ സിനിമ? സിനിമ മായാമയൂരം. രക്ഷപ്പെട്ടു. പക്ഷെ ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഓൻ തന്റെ മോനെന്ന് പറഞ്ഞു, ഒതേനന്റെ മകൻ. അപ്പൊ അതല്ല, കാറ്റഗറി വേറെ. ശരി, അപ്പം മായാമയൂരം. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, മ്യൂസിക് രഘുകുമാർ സാർ, ഇയർ 1993, പാടിയത് യേശുദാസ് അങ്കിളും എസ് ജാനകി അമ്മയും. ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ അവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ചർച്ചുണ്ട്. കുറച്ച് പോകുമ്പോൾ ആ ചർച്ചിന്റെ സൈഡിലുള്ളൊരു മനോഹരമായിട്ടുള്ള തിയേറ്റർ, അത് അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ആ തിയേറ്ററിലാണ് ഈ കൈക്കുടന്ന നിറയെ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്തത്. അയ്യോ, മാത്രമല്ല ആ സിനിമയുണ്ടല്ലോ മായാമയൂരം, വാട്ട് എ മൂവി. അയ്യോ,
അയ്യോ എനിക്ക് ഭയങ്കര ശോഭനയും രേവതി രണ്ട് മോഹൻലാലുള്ളതല്ലേ? രണ്ട് മോഹൻലാലും മമ്മൂക്ക ആയാലും അവരൊക്കെ എപ്പോഴും ഒരു പടത്തിൽ ജീവിക്കുകയാണ്. കാരണം അവരെ മറന്നിട്ട് അവർ ക്യാരക്ടറായിട്ട് മാറുകയാണ്. പിന്നെ എനിക്ക് വലിയ അതിശയം തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും ലാലിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, കാരണം എങ്ങനെയാണ് പിന്നെ ഒരു പടം കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറയും, ഞാൻ ഉടനെ പടം ചെയ്യാറില്ലല്ലോ. അത് സത്യമാണ്. ബ്യൂട്ടിഫുൾ. നല്ല പടം, നല്ല സെലക്ഷൻ, നല്ല പാട്ട്, എല്ലാം, എവറിത്തിങ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ, നന്നായി പാടും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുടന്ന നിറയെ തിരുമധുരം തരും കുറുനീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ തിരുമധുരം തരും കുറുനീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ തിരുമധുരം തരും.
സൂര്യഗായത്രി കുട്ടി നന്നായിരുന്നു മോളെ, നല്ല സെലക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞു നല്ല സെലക്ഷൻ. മോള് പല്ലവിയൊക്കെ നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഈ അനുപല്ലവി വന്നപ്പോഴത്തേക്ക് കനിവാർന്ന വിരലാൽ അതിൽ സെക്കൻഡ് ടൈം വന്നപ്പം ആ ഒരു പോർഷൻ ഒന്ന് പാടിക്കേ. കനിവാ അതാ മനസ്സിലായോ? അതിന്റെ വരികൾ എന്താണ് ഗിരീഷ് എഴുതിയിരിക്കുന്നത്? കൈക്കുടന്ന തിറയെ മധുരം തരും. അപ്പം നമ്മുടെ രഘുവേട്ടൻ ചെയ്ത് കൈക്കുടം ആ കൈ തന്നെ ഉണ്ട്. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, മധുരം കണ്ടോ, മധുരം തരും കുരുന്നിളം. അവിടാണ് അതിന്റെ ബ്യൂട്ടി വരുന്നത്. അങ്ങനെ ഒന്ന് പാടിക്കുമോള്. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും സുഖം. കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി അവിടെ സസ്റ്റെയിൻ. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ, ഇനി ഒരുപാട് നീട്ടുന്നില്ല. നന്നായിട്ട് പാടി കേട്ടോ. അസാധ്യ സെലക്ഷനാണ് മോളുടെ പാട്ടെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. മോള് ആദ്യം നല്ല രസം, പല്ലവി നല്ല രസമായിട്ട് പാടിട്ടോ. സൂര്യഗായത്രി മോളെ, ഗായി മോളെ, സൂര്യ മോളെ, കേട്ടോ. പല്ലവി നന്നായിട്ട് പാടി. ഈ പാട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള പാട്ടാ മക്കളെ. ഈ അതായത് ഒരു പാറ്റ സംഗതി ഇങ്ങനെ, ഈ പൊടി സംഗതി ഉണ്ട് ഇങ്ങനെ. ഇപ്പം MG ഞങ്ങൾ പാടിപ്പിച്ചില്ലേ മോളെ, ആ സംഭവമാണ് ഇതിനകത്ത് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഫീലും കൂടെ ഉണ്ട്. ആ സംഭവം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എടുക്കാൻ. സത്യം പറയണം, അത് മുഴുവൻ അത് അനുപല്ലവിയിലുണ്ട്, ചരണത്തിലുണ്ട്, അതുണ്ട്. അത് മോള് പക്ഷെ ഫസ്റ്റ് ഉരുകും വേനൽപ്പാട് അതെല്ലാം നന്നായി പാടിട്ടോ. ഈ സംഭവങ്ങൾ ഈ മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മോള് കുഞ്ഞല്ലേ, പ്രായം വെച്ച് മോക്കൊരു ചക്രയമ്മ. കാരണം എന്റെയും ജാനകിയമ്മയുടെ ജാനകിയമ്മയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇത്. ഇത്ര എന്താ പറയാ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയും പാട്ടുമാണ്. എനിക്ക് ടെൻഷൻ വന്നത് ഈ പുറകോട്ട് അറിയാണ്ട് നോക്കുമ്പോഴേ ഒരു ഫാമിലി മൊത്തം വന്ന് ഇങ്ങനെ അവരുടെ ഒരു കുടുംബത്തിന്റെ അത്താണി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ. ഇപ്പൊ മോള് പ്രതീക്ഷയാണ്. അവർ ഈ പ്രായത്തിൽ മോള് വന്ന് മോള് തെറ്റിക്കാതിരിക്കാനും നന്നായിട്ട് പാടാനും ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാനും ആ കമന്റ്സിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മോള് അവർക്കറിയാം നെഞ്ചില് തീയാ. ഞങ്ങളുടെ കുഞ്ഞ് ആ 3 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ഏതൊക്കെ ദൈവങ്ങൾക്ക് നേർച്ചയിട്ടോ നമുക്കറിയില്ല. നമുക്കേ അവരോട് തന്നെ ഒന്ന് അല്ലെ ഡെയിനെ ഒന്ന് ചോദിച്ചാലോ. ഈ ഒരു അവർക്ക് സന്തോഷവും സങ്കടവും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമ്മിശ്ര വികാരത്തിലാണ്. ഒരു 3 പേര് ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാരും വന്നേക്കുക. സാധാരണ അമ്മയാണ് ഇവിടെ വരാറുള്ളത്. ഇന്ന് അച്ഛനും ചേട്ടൻ അല്ലേ? അച്ഛനോട് എന്തോ സംസാരിക്കാനോ. അച്ഛന്റെ പേരെന്തായിരുന്നു? രാജീവ് എന്നാണ്. രാജീവ്. അതെ. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ പോലീസിലാണ്, റൂറൽ എസ്പിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നല്ല നെഞ്ചുറപ്പുണ്ട്. ഈ നിമിഷങ്ങൾ ഒപ്പിയെടുത്തപ്പോൾ എന്താണ് ഈ ആ ജോലി പറഞ്ഞപ്പോ തന്നെ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം ഉള്ളിലോട്ട് എങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ സ്റ്റേജില് മകളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ എന്ത് തോന്നി? അല്ല, വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ മോള് ഈ ടോപ്പ് സിംഗർ ഇവള് കൊച്ചുനാളിലെ 3 വയസ്സായപ്പോഴേ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്ക് അന്നും മോള് പറയുന്നത് ഈ പ്രോഗ്രാം എന്നും വന്ന് കാണും, എന്നും കണ്ടിട്ട് പറയുന്നത് MG അങ്കിളിനെ ഒന്ന് കാണണം, MG അങ്കിളിനെ കാണണം എന്നാ പറയുന്നത്. MG അങ്കിളെന്നല്ല, MG അങ്കിളിനെ കാണണം. എന്നിട്ട് പ്രോഗ്രാം തുടങ്ങുമ്പോ ചോദിക്കുന്നത് MG അങ്കിൾ വന്നോ? അല്ല, ടോപ്പ് സിംഗർ തുടങ്ങിയോന്നല്ല, MG അങ്കിൾ വന്നോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ കുറച്ച് എക്സ്ട്രാ സന്തോഷമല്ലേ ഇപ്പൊ ഇങ്ങനെ. ശരിക്കും ആള് വലിയ കാര്യങ്ങളൊന്നും വലിയ എക്സ്പ്രസ് ചെയ്യാറില്ല, പക്ഷേ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നപ്പോഴേ സാറിനെ കണ്ടങ്ങ് അപ്സെറ്റ് ആയി നിന്നിട്ട് പാടിയ ഒരു സ്റ്റേജാണ് നമുക്കന്ന് മനസ്സിലായി. ചേട്ടൻ ശരിക്കും ചേട്ടൻ എന്തോരം മക്കളാ ചേട്ടൻ. ഇഞ്ചിയങ്ങളെ അപ്പൊ ഇഞ്ചി മോളെ, അപ്പൊ ഈ പറഞ്ഞത് ഇതുപോലെ എടുക്കണേ. ഞാൻ പറഞ്ഞ ആ സംഗതികളൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഇതെന്ന് പറയുന്ന ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ഞങ്ങളൊക്കെ എന്താ വെച്ചാൽ മോളെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം സോ ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യ ഒരു രഘുകുമാർ പൂക്കുറ്റി. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ അടുത്ത ആള് വിളിക്കുന്നു.
ഒരു ഫേവറേറ്റ് റൗണ്ടില് ഒരു ഫേവറേറ്റ് സോങ്ങുമായിട്ട് നമ്മുടെ ഐറിസ് കുട്ടി എത്തുകയാണ്. വെൽക്കം ഐറിസ് ഓൺ സ്റ്റേജ്. ഹലോ. അവിടെ നിന്നു എന്റെ അമ്മേ, ഇപ്പൊ ചാടി കടന്നേനെ ഇങ്ങോട്ട്. ഐറിഷ് മോളെ, എന്തോ മോളുടെ പേരിലൊരു കോഫി ഉണ്ട്, ഐറിഷ് കോഫി. ഫോറിൻ കൺട്രീസിലാണ് കൂടുതലും ഉള്ളത്. അത് അതിന്റെ ടേസ്റ്റും ഒറിജിനൽ ടേസ്റ്റും അവിടെ തന്നെയാണ്. നല്ലൊരു രസമാണ് ആ ഐറിഷ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ. മോളെ ഏതാ പാടുന്നേടാ? ഞാൻ റിമി ചേച്ചിയുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ്. എന്റെ പാട്ടാണോ അത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ? ഇഷ്ടപ്പെട്ട അതെങ്ങനെ കൊച്ചറിഞ്ഞു? അതെങ്ങനെ അറിഞ്ഞു? വല്ലയിടത്തും ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട്. ഇല്ല, ഞാൻ ഉച്ചക്ക് ഇടയ്ക്കിടയ്ക്ക് മേളിൽ പോവാറുണ്ട് കേട്ടോ. ആന്റി പാടി യൂട്യൂബിൽ ഇട്ടതാ. ഞാൻ ഓർത്തു റിമി ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് ആണോ. ഞാൻ പാടിയതാണ് എന്റെ ഫേവറേറ്റ് തന്നെയായിരിക്കും. ഏത് പാട്ടാന്ന് പറ നോക്കട്ടെ. തൂമഞ്ഞി നെഞ്ചില് തൂങ്ങി. ആക്ച്വലി ഫേവറേറ്റ് അല്ലേ അത്? ഫേവറേറ്റ് അത് ആരുടെ ഫേവറേറ്റ് അല്ലാത്ത അതെ ഫേവറേറ്റ് ആണ്. അതെ, എല്ലാവരുടെ ഫേവറേറ്റാ. ഈ അടുത്ത് ഷാജോൻ ചേട്ടനും അത് പാടി, പിന്നീടും അത് എല്ലാവരുടെയും ഫേവറേറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് പറയൂ. മൂവിയുടെ പേര് സമൂഹം. വർഷം 1993. ലിറിക്സ് കൈതപ്രം സർ, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാസ്റ്റർ സർ, പാടിയത് യേശുദാസ് അങ്കിൾ. അപ്പൊ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഓർക്കസ്ട്ര റെഡി ഫോർ ടേക്ക്. റെഡി അല്ലേ? യെസ്. റോളിംഗ്. കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നോലി പോന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്.
രാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. ഗുഡ് 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 വെരി ഗുഡ് വെരി ഗുഡ്. ഐറിസ് കുട്ടി, എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഈ സമൂഹം എന്നുള്ളൊരു പടം ഉണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷെ ഈ പാട്ട് മനസ്സ് മുഴുവനുണ്ട്. അങ്ങ് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ഈ പാട്ട്. അത്ര ഒരു എന്താണ്, ഒരു ബിഗ് കമ്പോസറാണ് ജോൺസേട്ടൻ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം താങ്ക് യു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടാന്നാണ് വിളിക്കുന്നത്. കുട്ടാ ചില ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറയും, ഇന്ന് നിൻ്റെ ശബ്ദം പളുങ്ക് പോലുണ്ട്. പല സ്റ്റുഡിയോ ആണല്ലോ. ചിലപ്പോൾ പറയും, കുട്ടാ നമുക്കിത് നാളെ ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ ആ ജോൺസേട്ടൻ സംസാരിച്ചതും ചിരിക്കുന്നതും, ഞങ്ങൾ തമ്മിൽ പല സ്ഥലത്ത്, ഞാനും ഔസേപ്പച്ചൻ ചേട്ടനും ജോൺസനും, ഞങ്ങൾ മൂവരാണ് ഒരു കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ മുതലാളിയും തൊഴിലാളിയും, വെളിയിലിറങ്ങി കഴിഞ്ഞാൽ അങ്ങനൊന്നുമില്ല, ഒരുമിച്ചാണ്. ആ ശബ്ദം ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക. അതായത് അദ്ദേഹം സംസാരിക്കുന്നതും തമാശ പറയുന്നതും ഒന്നും പറയണ്ട. കാരണം മോള് നന്നായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അത് ഞാൻ ഇഗ്നോർ ചെയ്യുന്നു കേട്ടോ, അത് വിടുന്നു. കാരണം മോളെ ഈ പ്രായത്തിൽ മോള് അത്ര മനോഹരമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തു. കാരണം കുറേ നല്ല ഭാഗങ്ങൾ നല്ല രീതിയിൽ പാടി. പിന്നെ ഈ ദാരീരരാ ആ ഒരു സംഗതി, അതുപോലത്തെ കുറച്ച് സംഗതികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു അറ്റംപ്റ്റ് അത് നടത്താൻ ധൈര്യം കാണിച്ച നമ്മുടെ ഐറിസ് കുട്ടിക്ക് ഒരു വലിയ കൈ. ആൻഡ് ഫോർ ദ സെലക്ഷൻ ആൾസോ ഒരു വലിയ കൈ. ആഹാ, വാട്ട് എ സെലക്ഷൻ, വാട്ട് എ റെൻഡിഷൻ, എല്ലാം നന്നായിരുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ചക്കരെ ഐറിസ്, എന്തോ ഐറിസ് കുട്ടി ഇത് പാട്ട് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നുണ്ട്. ഓ, എവിടെയാ? സൗദി പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. സൗദിയിലോ? സൗദിയിലാണ്. ഇപ്പൊ വെക്കേഷൻ വന്നപ്പോഴാണ് അവൾക്ക് ചാൻസ് കിട്ടിയത്. സൗദിയിലൂടെ മാമിന്റെ ഒരു റിലേറ്റീവാ പഠിപ്പിക്കുന്നത്, ദിവ്യ നവീൻ. ഓക്കെ ഓക്കെ ഓക്കെ. മക്കളെ നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. നല്ല പാട്ട്, മോള് നന്നായിട്ട് പാടി. നല്ല നല്ല ഫീല്. ആരാണ് ഈ ഫീല് ഇങ്ങനെയൊക്കെ മോൾക്ക് ഇങ്ങനെ പാടണം? ഓരോ ലൈനൊക്കെ ആരാ പറഞ്ഞു തന്നത്? അമ്മയോ അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ആരാ ഇത്? എന്റെ പപ്പ എപ്പോഴും പറയുവാ ഇവിടുന്ന് പാടാന്ന്. ആ, നെഞ്ചീന്ന് പാടാന്ന്. ആഹാ, നെഞ്ചില് പാടിയാൽ നമുക്ക് ഫീല് കിട്ടും. അപ്പൊ പപ്പ നന്നായി പാടുവോ? ഇല്ല, പക്ഷെ പപ്പയ്ക്ക് ആ ഒരു ജ്ഞാനം ഉണ്ട്. അതാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്രൂമേഴ്സ് നന്നായിട്ട് എന്താണെങ്കിലും ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് പാടി. എനിക്ക് ഒന്ന് രണ്ട് സ്ഥലം മധുരമില്ല നെയ്ത്തിരി നാളമില്ല, അത് മോളോ ആ ലൈൻ ഒന്ന് പാടാമോ? മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ ആ, നെയ്ത്തിരി നാളമില്ലാതെ അടുത്ത ലൈൻ. സ്വർണ്ണമാനുകളും പാടും പാടും. ആ, ഈ രണ്ട് ലൈൻ മോള് പാടി. ഇപ്പോ ആ രണ്ട് ലൈൻ മാത്രം എനിക്കൊരു ക്ലിയർ അല്ലാതെ തോന്നി. അത് കഴിഞ്ഞ തുണ്ടുപല്ലവി പാടിയത് സൂപ്പറായിരുന്നു. നല്ല ഫീലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം മോളെ ഗോഡ് ബ്ലെസ് യു. ഒന്ന് കണ്ണു നിറയാതെ എനിക്ക് ഒരിക്കലും തൂമഞ്ഞിൻ പാടാൻ പറ്റത്തില്ല. മുന്നിൽ വന്ന് ആ ലൈനൊക്കെ വരുമ്പോഴത്തേക്കും എത്ര ഇതാന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എത്ര ചിരിച്ചിരിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് എന്തോ ഒരു വിങ്ങൽ. അത് ആ പാട്ടിന്റെ ഒരു മാജിക്കാ. മോളെ, നീ കുഞ്ഞ് ഐറിഷ് ചക്കരയിൽ നിന്നും ഈ പാട്ട് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ടാ തോന്നിയത്. ഭയങ്കര ഇമ്പാക്ട്. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കുഞ്ഞു വാവു ഇത് എങ്ങനെ പാടിയെന്ന് അത്ഭുതം തോന്നുക. ഐറിഷ് കുട്ടി, എന്തായാലും മോക്ക് മേളിലൊക്കെ കുറച്ച് പോയെങ്കിലും ഒരു
വല്ലാത്തൊരു അനുഭൂതി മോടെ ശബ്ദത്തിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തു എന്ന വിശ്വാസത്തോടെ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു കൈതപ്രം പൂക്കുറ്റി. ഐറിസ് കുട്ടി ഹാപ്പി ആയല്ലോ? ഹാപ്പി. സന്തോഷായല്ലോ? യെസ്. അനിയത്തി വന്നിട്ടുണ്ടോ? അനിയത്തി അങ്കിളിനെ കാണാൻ വന്നിട്ടുണ്ട്. അങ്കിളിനെ കാണാൻ വന്നിട്ടുണ്ട്. ഹായ്. മോടെ പേരെന്താന്ന് പറഞ്ഞ്? ഐറിൻ. ഐറിൻ, ഐറിൻ. ഐറിസ്. ആ. ഇനിയുണ്ടോ? ഇല്ല. രണ്ടുപേരും. പുള്ളിക്കാരോട് ഒരു പാട്ട് പാടാവോന്ന് ചോദിച്ചപ്പോളേ വെച്ച് കിച്ചി ഏതാന്നറിയോ? ഈ ഇന്ദുപുഷ്പം ചൂട് നിൽക്കുന്നതിന്റെ സ്വരത്തിലാ തുടങ്ങി. ഒന്നും നോക്കിയില്ല. ഈ തൂമഞ്ഞിനുണ്ടല്ലോ ചേച്ചി അവിടെ പാടുന്നതിനേക്കാൾ ഒച്ച എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അനിയത്തിയുടെ ഒച്ച കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു രണ്ടുപേരും ഒന്ന് കേട്ടാലോ? രണ്ടുപേര്. തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാലി കനവ് തേനോലും സ്വാതന്ത്ര്യമായി ആരോരം കാറ്റിൻ സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്റെ നിന്നും വന്നു നീ പൂത്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാലി കനവ്. ഓടിച്ചത് ഈ സുന്ദരിമാരെ കണ്ടാൽ എന്നുടെ ചങ്കിനകത്തൊരു പെടപെട ചക്കര കുട്ടിയാണ് കേട്ടോ. എനിക്കില്ല. സീസൺ 6 ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യും, ഐറിൻ യു ആർ സെലക്ടഡ്. പാട്ട് പഠിക്കണം കേട്ടോ ചക്കര. അപ്പൊ ഐറിഷൂട്ടാ ഓൾ ദി ബെസ്റ്റ്. All the best. ഓക്കേ ടാറ്റാ. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇനി ചിലപ്പോ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സൂ ഒക്കെ ഓപ്പൺ ചെയ്യേണ്ടി വരും. നമ്മുടെ ലിറ്റിൽ ഏഞ്ചലാ വരാൻ പോകുന്നത്. വിളിച്ചാലോ ഞങ്ങളെ? വിളിക്കാം. ഡണ്ണ്. അങ്കിൾ ഡൺ പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ വിളിക്കണം. വെൽക്കം ശ്രേഷ്ഠ കുട്ടി ഓൺ സ്റ്റേജ്. ആരാ ചേട്ടാ? കാട്ടില് വല അറിയാവുന്നത്. കരയില്. കാട്ടില് വല എറിയാൻ? കാട്ടിലല്ല, കരയില്. കരയിലോ? കരയിലാരെങ്കിലും വല എറിയോ? മീൻ പിടിക്കാൻ വന്നത്. കരയിലാണോ ഈ മീൻ? കരയില് നിന്ന് വല എറിയൂ അല്ലേ? കരയിൽ നിന്ന് വല എറിഞ്ഞ് മീനെ പിടിക്കും. ഇത് തിരിഞ്ഞായിപ്പോയി. ഈ കരയിൽ വല എറിഞ്ഞിട്ട് മീൻ പിടിക്കാൻ. മോൾ എങ്ങനെ വേണേ പിടിച്ചോട്ടോ, കുഴപ്പമില്ല. ഈ എന്തൊരു രസമാണ് കാണാൻ. ഒരു ക്യൂട്ട് മിഠായി എടുത്തങ്ങ് തിന്നാലോ. എപ്പോഴും ഇതിന്റെ ഒരു വിചാരമേ ഉള്ളൂ. മക്കളെ, ഈ കരയിന്ന് മീൻ പിടിക്കുന്ന പാട്ട് ഏതാ? കായലരികത്ത് വലയെറിഞ്ഞപ്പോ. അതാണ് അരികത്താണ്. മീനിങ് ആലോചിച്ച് നോക്ക്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ, കായലിലല്ല, വേണമെങ്കിൽ കായലിൽ ഞാൻ വലയെറിഞ്ഞപ്പോ അങ്ങനെ ആകാം. അരികത്താണ്. അപ്പൊ പറഞ്ഞ കുട്ടി പറഞ്ഞ കറക്റ്റാണ്, പെർഫെക്റ്റാ. ഓ, ഇത് എന്ത് ഫേമസ് ആയിട്ടുള്ള പാട്ടാണല്ലേ. സാർ ആരൊക്കെയും വല വീശിയിട്ടുണ്ടോ? ഉണ്ടോന്നോ? നീ എത്ര പേരെ വല എറിഞ്ഞിട്ടുണ്ട്? അങ്ങനെയല്ലല്ലോ, നമ്മള് കുറച്ച് പേര് അധികം നിൽക്കുന്നിടത്തേക്ക് വല എറിയാണല്ലോ. പെടുന്നവരും പെടും. അതെ, ഒരാളെ കണ്ടിട്ടല്ലല്ലോ എറിയുന്നത്, ഒരു കൂട്ടത്തെ കണ്ടെറിയുന്നു. അപ്പൊ എത്ര ആരെങ്കിലൊക്കെ തട്ടി തടഞ്ഞ് വല കിളിക്കും. അടിപൊളി ഡ്രസ്സായി പോയി കേട്ടോ. എല്ലാ പ്രാവശ്യം ശ്രേഷ്ഠ വരുമ്പോഴത്തേക്കും ഒരു വേറിട്ട് നിൽക്കും. കോസ്റ്റ്യൂമിൽ ഒരു സംഭവമായിരിക്കും കേട്ടോ. അതാരും ഇത്ര വെറൈറ്റി കോസ്റ്റ്യൂം? അച്ഛനാണോ, അമ്മയാണോ, ചേച്ചിയാണോ, ആരാ റെഡിയാക്കുന്ന ഇങ്ങനെ? ഉടുപ്പ് മേടിച്ചെന്ന അമ്മ. അമ്മ ഭയങ്കര ബ്രില്യന്റ് ഐഡിയ ഉള്ള ആളാണ്. ഭാസ്കര മാഷ്, രാഘവ മാഷ്, അവരുടെ ഒരു കോമ്പിനേഷനിലുള്ള സൂപ്പർ ഹിറ്റ് സോങ് ആണ്. സൂപ്പർ ഹിറ്റ്. പാടിയതും രാഘവ മാഷാണ്. അപ്പം എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടണേ. ഓൾ ദി ബെസ്റ്റ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലൂക്കിയ
മക്കളെ വല എറിഞ്ഞിട്ട് വല്ലതും കിട്ടിയോ? ഇല്ല. ഒന്നും കിട്ടിയില്ല. കുഴപ്പമില്ല മോളെ കേട്ടോ, അങ്കിള് വാങ്ങിച്ചോണ്ട് തരാം കേട്ടോ. എന്ത് ഫിഷ് വേണം മോക്ക്? ഏതെങ്കിലും ഫിഷ്. ഏതെങ്കിലും ഫിഷ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഏതാണ് മോക്ക്? ഇഷ്ടമുള്ള ഫിഷ് ഏതാ? എനിക്ക് ചെറിയ കുഞ്ഞു മക്കൾ അസലായിട്ട് പാടി കേട്ടോ. പിന്നെ ഈ താളമൊക്കെ പോയപ്പോഴ് താളത്തിനെ പോവാൻ പറ എന്ന് പറഞ്ഞിട്ട് ചാടി വീണ്ടും അപ്പുറത്തോട്ട് അതിലും ഉണ്ടായിരുന്നു ഒരു ക്യൂട്ട്നെസ് അല്ലേ ചേട്ടാ? ചക്കര സൂപ്പർ ആയിരുന്നു കേട്ടോ. അത് അടിപൊളിച്ചു. അതായത് താളം മറിയട്ടെ നമുക്ക് കേൾക്കാൻ ഭയങ്കര രസം. ഇവരാണ് ടോപ്പ് ബാൻഡാണ് ഇതൊക്കെ ആസ്വദിക്കുന്നത്. ഇവരതൊക്കെ എന്ത് രസമായിട്ട് ആ താളം എങ്ങോട്ട് വേണേലും പൊക്കോട്ടെ, അങ്ങോട്ട് ഞങ്ങളും വരാം. എത്ര കൊല്ലമായിട്ട് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. ലൈവാണ് കേട്ടോ. നമ്മുടെ എല്ലാ വരിയും ഞങ്ങൾ പാടി തീർത്തു. അതാണ് അത്രയും വരികൾ പഠിച്ചു. ഓരോ സ്റ്റാൻസ്, എത്ര സ്റ്റാൻസ് ഉണ്ട് അതെല്ലാം 700 സ്റ്റാൻസ് ഉണ്ട്. എന്തോരം നേരം പാടിയത്. ഇതെല്ലാം ഓർത്ത് വെച്ച് പാടിയില്ലേ? ഈ ട്വിങ്കിൾ ട്വിങ്കിൾ ഓർത്ത് വെക്കണ്ട തലയില് എന്തെല്ലാം ഓർത്ത് വെച്ച് ഞങ്ങള്. അല്ലേ? എത്ര ദിവസം കൊണ്ട് പഠിച്ചു? പിന്നെ 3 days കൊണ്ട്. അങ്ങനെയാണെങ്കിൽ മോക്കൊരു കാര്യം തരാം. മോള് പാടിക്കൊണ്ടിരുന്നപ്പം ഞാൻ വലയിട്ട് ഒരുത്തനെ പിടിച്ചു. ആഹാ. ആ, കണ്ണടച്ചോ. കണ്ണച്ചോ. തുറക്കട്ടെ. അയ്യോ, അത് എന്ത് ചെയ്ത് ഇപ്പൊ പിടിച്ചോണ്ട് സാധനം? അത് പോയോ? തിരിച്ച് കടലിലോട്ട് പോയോ? എന്ത് ചെയ്ത്? അത് എന്ത് ചെയ്ത്? കടലിൽ പോയോ? ഇനി ഇത് നോക്കി ചിരിക്കുന്നു നോക്കി. ഒരു കുഞ്ഞരി മീശയും ഒരു കുഞ്ഞരി പല്ലും ഒക്കെ വെച്ചോണ്ട് ചിരിക്കുമ്പോ ഉണ്ടല്ലോ, യു ആർ സോ ക്യൂട്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. എന്തായാലും ഇത് ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ഞാൻ പിടിച്ചതാണ്. പക്ഷെ ഈ ഡെയിനില്ലേ, അതിനെ പിടിച്ച് വിഴുങ്ങി. ആ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഡെയിന്റെ വയറ്റിൽ നിന്ന് പിടിച്ചെടുത്ത് ഇങ്ങോട്ട് തരാം. പിടിച്ചോണേ. ഇതാണ് ഡെയിൻ വിഴുങ്ങിയ മീൻ. മോൾ ഒരിക്കലും തിന്നരുത്, കാരണം ഈ അങ്കിള് വിഴുങ്ങിയതാണ്. ഇത് മക്കൾക്കൊരു ഒരു ഇതേ ഉള്ളൂ, എങ്ങനെ തിന്നും എന്നുള്ളതാണ്. ഇത് മോക്ക് ചുമ്മാ വീട്ടിൽ കൊണ്ട് വെക്കാൻ തന്ന, കളിക്കാൻ തന്ന. അല്ലാതെ മോൾ അടുത്ത പ്രാവശ്യം വരുമ്പം അങ്കിള് ഉഗ്രൻ ഫിഷ് ഫ്രൈ വാങ്ങിച്ചു തരാം കേട്ടോ. ഫ്രൈ വാങ്ങിച്ചു തരാം. എനിക്ക് എന്താ? പടക്കം പൊട്ടണോ? അപ്പൊ മക്കളെ ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇനിയൊന്നും വേണ്ട. വേണം. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരി. അങ്ങനെ പറഞ്ഞതാ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. അതെ, പെട്ടെന്ന് കഴിയുന്ന പോലെ നമുക്ക് തോന്നും. അതിന്റെ കാര്യം നമ്മൾ ഇത്രയും എൻജോയ് ചെയ്തിരിക്കുന്നോണ്ടാണ്. അങ്ങനെ അപ്പൊ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു എന്നത്തെ പോലെ തന്നെ, അല്ലെ? അപ്പൊ നാളെ വീണ്ടും നമ്മളൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.